ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. 2024 ഒരു സാധാരണ ഒരു വർഷം പോലെ അങ്ങ് കടന്നു പോകുന്ന ഞാൻ വിചാരിച്ചു. പക്ഷേ വർഷത്തിൻ്റെ അവസാനം ഡിസംബർ 10-ാം തീയതി ആയപ്പോൾ എനിക്കൊരു കോൾ വന്നു. നമ്മുടെ ഡോക്ടറെ വിളിച്ചേ, ഹരിത ഡോക്ടർ പറഞ്ഞു 13-ാം തീയതി അല്ല 12-ാം തീയതി നൈറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണമെന്ന്. വേറെ ഒന്നിനുമല്ല, നമ്മുടെ ഗിഫ്റ്റ് ഈ വർഷം തന്നെ ഇങ്ങ് വരുമെന്ന്. 2025 ജനുവരിയിലാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നേ. പക്ഷെ നേരത്തെ വന്നില്ലെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി കേട്ടോ. പിന്നെ അമ്മയും കൊച്ചും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു, യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ നമ്മൾ പ്രഗ്നൻസി ജേണി വീഡിയോ സ്റ്റാർട്ട് ചെയ്തില്ലേ, ഞാൻ വിചാരിച്ചത് ജനുവരി ആകുമ്പോഴേക്കും എല്ലാ വീഡിയോസും പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ നേരത്തെ നമ്മുടെ കുട്ടിനെങ്ങും പോകുന്നതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ പറ്റിയില്ല. ഇനി എന്തായാലും നമ്മുടെ പ്രഗ്നൻസി ജേണി വീഡിയോസ് ഞാൻ പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്ത് തരിക കേട്ടോ. ഇതിൽ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. ഈ വീഡിയോ നമ്മുടെ പ്രഗ്നൻസി ജേണിയിൽ പെടുന്നതാണ് കേട്ടോ. എല്ലാവരുടെയും റിയാക്ഷൻ. കുഞ്ഞിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് കുഞ്ഞിൻ്റെ ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, റെവലി എന്ന് പറഞ്ഞാൽ എൻ്റെയും ബെസ്റ്റ് ഫ്രണ്ടാണ് ഇപ്പോൾ. റെവലിയുടെ അനിയത്തി രമ്യയും പിന്നെ ബ്രദർ സായും കൂടിയും ഒരു സർപ്രൈസ് വിസിറ്റ് നടത്തി കുഞ്ഞിനോട് പറയാതെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേയുടെ അന്ന്. ഇത് ജൂണിൽ നടന്ന സംഭവമാണ്. നമ്മുടെ പ്രഗ്നൻസിയുടെ ജേണിയുടെ ആദ്യ ഘട്ടങ്ങളിലായിരുന്നു. നമ്മളും ഇത് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സർപ്രൈസ് ആയിട്ട് വന്ന റെവലിക്ക് നമ്മളും കൊടുത്തൊരു സർപ്രൈസ് നമുക്ക് കണ്ടാലോ. കുഞ്ഞിനോടെയുള്ള ആകപ്പാടിയുള്ളൊരു ഫ്രണ്ടായിരുന്നു റെവലിയും കുഞ്ഞും രമ്യയും ഒരു സിസ്റ്റർ ബോണ്ട് തന്നെയാണ്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്തിനാണ് ഇങ്ങനെ സന്തോഷം വരുമ്പോൾ ആൾക്കാർ കരുതുന്നത്? എനിക്കും കരച്ചിൽ തോന്നും. നിങ്ങളും ഇങ്ങനെയാണോ? അടുത്ത് നമ്മൾ സർപ്രൈസ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ മാളുക്കുട്ടീനെയാണ്. അവളങ്ങ് ഞെട്ടി തരിച്ചുപോയി. അവൾ ഡ്യൂട്ടിയിലായിരുന്നു. അവളുടെ വക അടുത്ത കരച്ചിൽ. ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. ആദ്യം പപ്പയുടെ മമ്മിയുടെ അടുത്ത് പറഞ്ഞപ്പോഴുള്ള റിയാക്ഷൻ, അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അർച്ചനയുടെ നവീൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴുള്ള റിയാക്ഷൻ, അത് ഞാൻ റെക്കോർഡ് ചെയ്തതാ, പക്ഷെ അത് ഷൂട്ടായില്ല. അത് ഭയങ്കര മിസ്സായിപ്പോയി. അർച്ചന എന്ന് പറയുമ്പോൾ കുഞ്ഞും അർച്ചനയും തമ്മിലുള്ള ബോണ്ട് എങ്ങനെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയില്ല. ഇപ്പോൾ എനിക്ക് മാളും എങ്ങനെയാണോ എനിക്ക് അതുപോലെ അർച്ചന. അവളുടെ വകയുണ്ടായിരുന്നു ഒരു കരച്ചിൽ, പക്ഷെ അതൊക്കെ മിസ്സായിപ്പോയി. പിന്നെ നമ്മൾ അപ്പുക്കുട്ടൻ്റെ അടുത്ത് പറഞ്ഞു, അവൻ ചെറുതായിട്ടൊന്നും ഞെട്ടി. പിന്നെ മമ്മി കല്യാണം കഴിഞ്ഞ് 2 കൊല്ലമായിപ്പോഴേ ചോദിച്ചാൽ കുഞ്ഞാവേ വേണ്ടേ എന്ന്. അപ്പോൾ മമ്മിക്കും കൊടുത്തു ആ സർപ്രൈസ് അങ്ങ്. പിന്നെ പപ്പയുടെ അടുത്ത് ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞു, അതുകൊണ്ട് എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞില്ലേ എന്തിനാ എല്ലാവരും കരയുന്നതെന്ന്. അതെന്താണെന്നറിയോ, നമ്മൾ മനുഷ്യർക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും കരയാനും ചിരിക്കാനല്ലേ അറിയത്തുള്ളൂ. അപ്പം മനസ്സ് തുറന്നങ്ങ് കരയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നേ.